പ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുകയാണ്. അപ്പോൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും എല്ലാം പ്രത്യേക നമസ്കാര ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നുണ്ട്. വലിയ ആഘോഷമാണ് സംസ്ഥാനത്ത് ഇന്ന്. അപ്പോൾ ആ ആഘോഷത്തിലേക്കൊക്കെ നമുക്ക് എത്താം. അതിനു മുമ്പ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന മറ്റ് വാർത്തകളിൽ നിന്നാണ് നമ്മൾ പതിവ് പോലെ തുടങ്ങുന്നത്. കാണാം നാട്ടിലെന്തുണ്ട്. വിശദമായി കടക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് പോലെ തന്നെ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നാട്ടിലെങ്ങും നടക്കുന്നത്. ഇതിൽ വേറിട്ടൊരു ശ്രമമാണ് കൊണ്ടോട്ടിയിൽ നടക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് ലഹരിക്കെതിരെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭയിലെ ചിറയിൽ വാർഡിൽ. കാണാം. യുവാക്കളിലും വിദ്യാർത്ഥികളിലെയും ലഹരി ഉപയോഗത്തിനും വിപണനത്തിനുമെതിരെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത രഹസ്യ റിപ്പോർട്ടിംഗ് സംവിധാനമൊരുക്കി വ്യത്യസ്ത ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടി നഗരസഭ ചിറയിൽ വാർഡ്. നാട്ടിലും പരിസരങ്ങളിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഉപയോഗവും വിതരണവും മറ്റു അസാമാജിക കൂടിച്ചേരലുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ QR കോഡ് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാം. അനുബന്ധമായ ഫോട്ടോയും വീഡിയോയും ഈ ആപ്പ് വഴി അയക്കാൻ സാധിക്കും. നിലവിലുള്ള മറ്റു രഹസ്യ റിപ്പോർട്ടിംഗ് സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി അയക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ പോലും അറിയാൻ സാധിക്കില്ല എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. വിവിധ തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ യുവാക്കൾക്കും ജനറേഷൻ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ആവുന്ന, അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പ്, അതായത് ഒരു QR കോഡ് സോഫ്റ്റ്വെയർ, പ്രത്യേകിച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു QR കോഡ് സംവിധാനമാണ് ഈ സൂപ്പർ AI. അതുപോലെ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ അലുമിനി അവരുടെ സ്റ്റാർട്ടപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊരാൾക്കും ഈ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം ഇൻഫർമേഷൻ കൊടുക്കാം. പോലീസിനാണെങ്കിലും ഏത് സംഘടനകൾക്കാണെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള സംഭവമാണ്. ഇത് പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. കുറ്റിക്കാട്ടൂർ HWH എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംവിധാനമായ മ്യൂസോൺ സൂപ്പർ AI കമ്പനിയുടെ പിന്തുണയോടെയാണ് റിപ്പോർട്ടിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. കൊണ്ടോട്ടി നഗരസഭയിൽ വ്യാപകമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശം. ന്യൂസ് 18 മലപ്പുറം. എത്രത്തോളം വ്യത്യസ്തമായ ഒരു ആശയമാണല്ലേ. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ QR കോഡിന്റെയും ഡിജിറ്റൽ വേൾഡിന്റെയും ഒക്കെ കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിൽ ലഹരിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും അത് വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്ത് തന്നെ നമ്മുടെ പേര് വിവരങ്ങളോ ആരാണ് പറഞ്ഞതെന്ന് മറ്റുള്ളവരെ അറിയിക്കാത്ത വിധത്തിൽ എന്നാൽ നമുക്ക് ആ ഒരു വിപത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു പുതുമയാർന്ന ഒരു ആശയം തന്നെ. ഇനി നമുക്ക് തൃത്താലയിലേക്ക് പോകാം. അവിടെയും ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വ്യത്യസ്തമായ ഒരു പരിപാടി നടന്നു. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ലഹരിക്കെതിരെ പാലക്കാട് തൃത്താലയിൽ എക്സൈസ് റേഞ്ചും വിമുക്തി മിഷനും ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. റിപ്പോർട്ട് കാണാം. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വ്യാപനം അടിച്ചമർത്തുന്നതിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടാണ് തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ അധ്യാപകർ തുടങ്ങി കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവർക്കിടയിലുള്ള ബോധവൽക്കരണം, എങ്ങനെയാണ് കുട്ടികളെ ഇതിൽ നിന്ന് തടയുക, ഇതുപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ തിരിച്ചറിയാം, അവരെ എങ്ങനെ സഹായിക്കാം, രക്ഷിക്കാം, ആ കാര്യങ്ങളൊക്കെയാണ് ക്ലാസിന്റെ പരിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഇനിയും തുറന്നു നടത്തേണ്ടതാണ്. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. സംശയത്തിന് ഒക്കെ പിന്നെ വെള്ളോടി നിർത്തി ആളെ നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകണം ഈ വെള്ളോടിയുടെ പ്രശ്നമൊക്കെ തീർന്നപ്പോൾ ഭയങ്കര മറവി. പിന്നെ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ട്. തലച്ചോറിൽ ലഹരി ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാവുന്ന ചികിത്സ നൽകേണ്ടതുണ്ട്. അത് നമ്മൾ കൊടുത്ത മരുന്നിന്റെ കുഴപ്പമല്ല, അയാൾ അടിച്ച ലഹരിയുടെ കുഴപ്പമാണ്. അത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ വിറ്റാമിൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും, അത് ചിലപ്പോൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരും.
ദീർഘകാലം ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കും കൗൺസിലിംഗിനും നേതൃത്വം നൽകിയ ഡോക്ടർ ദയാ പാസ്കലിന്റെയും വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എക്സൈസ് വകുപ്പിന്റെയും കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷിനെയും ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയായ മാങ്ങാപ്പാറക്കുടിയിലേക്ക് ഇപ്പോഴും വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ കടന്ന് എത്തണം. എന്നാൽ ആ പുഴയ്ക്ക് കുറുകെ പാലമില്ല. ഈ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനങ്ങൾ പലതുണ്ടായെങ്കിലും ഈ വേനൽക്കാലത്തും പാലം യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലകളിലൊന്നാണ് മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടി. പഞ്ചായത്ത് ആസ്ഥാനമായ മാങ്കുളം ടൗണിലേക്ക് നിവാസികൾക്ക് എത്തണമെങ്കിൽ പുഴ കുറുകെ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പുഴയിലൂടെ ജീപ്പുകൾ ഇറങ്ങി മറുകരയിലേക്ക് കടക്കും. എന്നാൽ കാലവർഷത്തിൽ പുഴയിൽ വെള്ളം ഉയരുന്നതോടെ യാത്ര ചെയ്യാൻ കഴിയാതെ മാങ്ങാപ്പാറക്കുടിയിലെ ആളുകൾ ദിവസങ്ങളോളം പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകും. എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലം ഉണ്ട്. അതും പോകാതായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. പതിറ്റാണ്ടുകളായി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും ഈ വേനൽക്കാലത്തും നാട്ടുകാർക്ക് നിരാശ മാത്രമാണ് ബാക്കി. മഴക്കാലത്ത് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റു മാർഗങ്ങളില്ല. പട്ടികവർഗ വികസന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് മാങ്ങാപ്പാറ കുടിയിലേക്ക് പാലം നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനി നമുക്ക് പെരുന്നാൾ കാഴ്ചകളിലേക്ക് പോകാം അല്ലേ? ഇന്ന് സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിട്ടുള്ളത്. ഈദ്ഗാഹുകൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. CV അനുമോദ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ചെറിയ പെരുന്നാൾ ദിന ആശംസകൾ നേരുകയാണ്. ആദ്യം തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നടക്കും. അതിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടില്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. എന്താണെങ്കിലും ചെറിയ പെരുന്നാൾ ആശംസകൾ ആദ്യം പങ്കുവയ്ക്കുകയാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് ഇന്ന് ഒരുപാട് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. മിക്കയിടങ്ങളിലും വലിയ സംഗമങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പലയിടത്തും പ്രത്യേകമായിട്ട് ഇന്നിപ്പോൾ മഞ്ചേരിയിലൊക്കെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കോട്ടപ്പടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോട്ടപ്പടി മൈതാനത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും വിപുലമായ തോതിലുള്ള ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലായിടത്തും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞ, അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ഈ സന്ദേശമായിരിക്കും ഇന്നത്തെ ഈദ്ഗാഹുകളിലും ഇന്നത്തെ ദിനത്തിലും മുഖ്യമായിട്ടും പങ്കുവയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ റമദാൻ മാസത്തിലെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പള്ളികളിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലും അവിടെ നൽകുന്ന സന്ദേശങ്ങളിലുമൊക്കെ എല്ലാവരും കൂടുതലായിട്ട് പങ്കുവച്ചിരുന്ന ലഹരിക്കെതിരായി ഒരുമിക്കുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഈദ് സന്ദേശങ്ങളിലും പ്രധാനമായിട്ടും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് ശക്തമാക്കേണ്ടതിൻ്റെയും അതിനെതിരെ അണിനിരക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ വിശദമാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങളായിരിക്കും പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ പ്രത്യേക ചടങ്ങുകളും ഈ ലഹരിക്കെതിരായ പോരാട്ടം അത് കൂടുതൽ യുവാക്കളിലേക്ക് എത്തുവാനും അതിന് ഈ സംഘടനകളെല്ലാം തന്നെ ഒരുമിച്ച് കൂടുതൽ ചടങ്ങുകളും സംഘടിപ്പിക്കുന്നുണ്ട്. അത് പള്ളിയിലെ ഈദ്ഗാഹിന് ശേഷം പലയിടങ്ങളിലും ഈ പല പോഷക സമസ്തയുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയൊക്കെ പോഷക സംഘടനകളൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ കുടുംബ സമാഗമങ്ങളാണ്. ഇന്നലെ രാത്രി തന്നെ പാണക്കാട്ടേക്ക് ക്രിസ്തീയ മതപുരോഹിതന്മാരെത്തിയിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്നും കൂടുതൽ പേരെത്തും. അങ്ങനെ വിവിധ മതക്കാർ അവരുടെ സ്നേഹം, അത് പരസ്പരമുള്ള സൗഹൃദം, അതൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട്, അതിനൊരു സമയം കൂടിയായിട്ട് ഇന്നത്തെ ദിവസം വിനിയോഗിക്കും. സാധാരണ
ഈ പെരുന്നാളിൻ്റെ ദിവസം ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നത് പതിവാണെങ്കിൽ ഇപ്പോൾ കുറേ കൂടി മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വേദി കൂടിയായിട്ട് ഇത്തരത്തിലുള്ള ദിവസങ്ങൾ ആഘോഷിക്കുവാനും ആചരിക്കുവാനും നമ്മളൊക്കെ സമയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം. എന്താണെങ്കിലും എല്ലാവരും സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം റിപ്പോർട്ട് ചെയ്യലാണ് നമ്മളെ സംബന്ധിച്ചും വളരെ അതുപോലെ തന്നെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളും കൂടിക്കാഴ്ചകളുടെയും അതേപോലെ ഈ ലഹരിക്കെതിരായ പോരാട്ടങ്ങളുടെയും ഒക്കെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആര്യ. തീർച്ചയായും CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് എന്തായാലും ആഘോഷങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം, അനുമോദിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ലഹരിക്കെതിരായ പോരാട്ടം നമ്മുടെ സമൂഹത്തെ പിടികൂടിയിരിക്കുന്ന വലിയൊരു വിപത്താണ്. അതിനെതിരായ പോരാട്ടത്തിനുള്ള സന്ദേശം നൽകുന്ന ഒരു ദിനമായി ഇന്നത്തെ ചെറിയ പെരുന്നാൾ ദിനത്തെ മാറ്റണം എന്നുള്ളതാണ് മതപണ്ഡിതന്മാർ ഖാസിമാരുമൊക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇന്ന് പള്ളികളിൽ നടക്കുന്ന സംഭാഷണങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശം നൽകും എന്നുള്ളതാണ്. എന്തായാലും വലിയ ആഘോഷത്തിലാണ് നാടും നഗരവും എല്ലാം. നമുക്ക് ആ ആഘോഷ കാഴ്ചകളിലേക്ക് എത്തണം. നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി പോകാം. അവിടെ നിന്ന് നമുക്കൊപ്പം ഗുലാബ് നബി ആസാദ് ചേരുകയാണ്. ഗുലാബ് നബി ആസാദ്, ഗുഡ് മോർണിംഗ്. ചെറിയ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. കോഴിക്കോട്ടെ കാഴ്ചകൾ എങ്ങനെയാണ്? എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായി ഈ ഈദാശംസകൾ നേരുന്നു. കോഴിക്കോടും പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കാപ്പാട്, താന്നൂര്, പൊന്നാരി മേഖലകളിൽ മാസപ്പിറവി കണ്ടതോടുകൂടി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലും തുടക്കമായിട്ടുണ്ട്. ഇന്ന് രാവിലെ നടക്കുന്ന ഈദ്ഗാഹ്, അത് പള്ളികളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾ, അതോടുകൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക. അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലും പള്ളികളിലുമെല്ലാം ഈ നമസ്കാരങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ശേഷം പ്രത്യേകമായി നടക്കുന്ന പ്രസംഗത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഖാദിമാരെല്ലാം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾക്ക് ശേഷം ബന്ധുവീടുകളിലും മറ്റ് സുഹൃത്തുക്കളുടെ വീടുകളിലെല്ലാം സന്ദർശനം നടത്തിക്കൊണ്ടായിരിക്കും ഈ കോഴിക്കോട്ടെ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക. കൂടാതെ ഈ താമരശ്ശേരി ചുരത്തിൽ ഈ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായ ആളുകൾ കൂടുതൽ എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുരത്തിലെ വ്യൂ പോയിന്റുകളിൽ ഉള്ള പാർക്കിങ്ങും അതുപോലെ തന്നെ ആളുകൾ അനാവശ്യമായിട്ട് ചുരം വഴി കടന്നു പോരുത് എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. മറ്റ് എല്ലാ ആഘോഷങ്ങൾക്കും ഇപ്പോൾ തുടക്കമായി. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പള്ളികളിലും ഈദ്ഗാഹുകളിലുമെല്ലാം നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷം ആരംഭിക്കുന്നത്. ശരി, വളരെ നന്ദി. ഗുലാബ് നബി ആസാദാണ് നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേർന്നത്. എന്തായാലും എല്ലായിടത്തും പെരുന്നാളിന്റെ ആഘോഷം അതിങ്ങനെ തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും ഒക്കെ പ്രാർത്ഥനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്കെതിരായ പോരാട്ടം അതിന്റെ ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഈദ് ദിന സന്ദേശമാണ് ഇന്ന് മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിവസത്തെ മാറ്റണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആഘോഷങ്ങളാകാം, അത് അതിരുവിടാൻ പാടില്ല എന്നുള്ളതും മതപണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ചെക്കിങ്ങും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമുക്കിന്നൊരു പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ 13 വർഷമായി മുടങ്ങാതെ റമദാൻ നോമ്പ് നോൽക്കാനായതിന്റെ സന്തോഷത്തിലാണ് വളാഞ്ചേരിയിലെ ഹോം ഗാർഡായ ഷാജി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് വ്രതം നോക്കിയപ്പോൾ ആ പുണ്യം തന്നെയും കുടുംബത്തെയും തേടിയെത്തുമെന്നാണ് ഷാജിയുടെ വിശ്വാസം. CRPFിൽ നിന്നും വിരമിച്ചതിനു ശേഷം 2010 ഹോം ഗാർഡായി വളാഞ്ചേരിയിൽ ഷാജി ചുമതലയേറ്റത്.
വളാഞ്ചേരിയിൽ കൊട്ടാരം സ്വദേശിയായ കോട്ടപ്പുറത്തെ ഷാജി തിരക്കുള്ള നഗരമായ വളാഞ്ചേരിയിലെ ഇഷ്ട ഹോംഗാർഡാണ്. ഇടയ്ക്ക് യാത്രക്കാരുമായി വാക്കേറ്റമുണ്ടാകുമെങ്കിലും അതെല്ലാം ജോലിയുടെ ഭാഗമായി കാണാനാണ് ഷാജിക്ക് ആഗ്രഹം. അതിനിടയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വേദിയിൽ റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. 13 വർഷമായി ഷാജി റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് കൂട്ടുകാരോടൊപ്പം. ചിലപ്പോൾ വീട്ടിൽ നിന്നുമൊക്കെയാണ് നോമ്പുതുറ. ഒട്ടും ആഡംബരമില്ലാതെ സ്ഥിരമായി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നോമ്പുതുറ. വീട്ടുകാർ എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. വീട്ടുകാരെ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ നമുക്ക് നാട്ടുകാരെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വിജയിച്ചു വരുന്നത്. വളാഞ്ചേരി നോമ്പറക്കല് അതിന് പ്രത്യേകതൊന്നുമില്ല. ചെറുതായിട്ട് ഈ ഇവിടെയുള്ള കടക്കാരെ കൂടെ കൂടിയിട്ട് തന്നെയാണ് ഞാൻ നോമ്പ് തുറ എടുക്കുന്നത്. ഇപ്പോൾ ഈ വെയിൽ കൊണ്ടിട്ട് കണ്ടല്ലേ അവർ ഇത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യണതെന്ന്. അത് ഇവിടുത്തെ ഓരോ പോലീസുകാരോടും ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ അത് വിജയിച്ചു പോണേ. പിന്നെ ചിലർ വന്ന് ചൂടാവും ചെയ്യും. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിശപ്പിന്റെയും ദാഹത്തിന്റെയും വില മനസ്സിലാക്കി തരുന്ന അവസരമായാണ് ഷാജി വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. വരും വർഷങ്ങളിലും റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തന്നെയാണ് ഷാജിയുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഒരു മതത്തിന് കീഴിലുള്ള എല്ലാവരും ഒരേപോലെ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ അതിന്റെ ചടങ്ങിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്രതമെടുക്കുന്നതിന്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് നമ്മളെ സഹനശക്തി അതെന്താണെന്ന് പഠിപ്പിച്ചു തരും എന്നുള്ളതാണ്. അതാണ് ഷാജിയും പങ്കുവെക്കുന്ന വലിയ സന്ദേശം എന്നുള്ളത്. എന്തായാലും വ്രതമെടുത്ത് 29 ദിവസത്തെ കഠിന വ്രതമെടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിയും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ ഇടുക്കി നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലാണിപ്പോൾ. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് ഇത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-ന് ഉദ്ഘാടനം നടന്നു. 1 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമുഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടത്. ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ 1 മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവർ അടിയന്തരമായിട്ട് അവരെ കൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് എത്രയും വേഗം അത് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങി. ഒരു സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഇവിടെ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കിറ്റ്കോയ്ക്ക് വലിയ അലംഭാവം വന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ കിറ്റ്കോയുടെ ഭാഗത്തെ വീഴ്ച കിറ്റ്കോ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ തുകയും കൂടി എടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. പുതുതായി ബർമുഡ ഗ്രാസ് വച്ചുപിടിപ്പിക്കുന്നതിന് ചെലവാക്കേണ്ട ലക്ഷങ്ങൾ ആര് മുടക്കുമെന്നതിലും തർക്കം തുടരുകയാണ്. കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം വേഗത്തിൽ ഇല്ലാതാകും. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാലും ഇനി നമുക്കൊരു നല്ല കാഴ്ച കണ്ടിട്ട് വരാം. കോതമംഗലത്തിന് സമീപം റോഡരികിൽ പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട മരപ്പട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. ജനവാസ മേഖലയിൽ അവശ്യനിലയിൽ മരപ്പട്ടിയെ കണ്ടതോടെ സമീപവാസി ഈ വനപാലകരെ അറിയിക്കുകയായിരുന്നു. കോതമംഗലം അമ്പലപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിലാണ് മരപ്പട്ടിയെ കണ്ടത്. സമീപവാസിയായ ജോബിയാണ് പരിക്കേറ്റ നിലയിൽ മരപ്പട്ടിയെ ആദ്യം റോഡരികിൽ കാണുന്നത്. ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. പുറമെ പരിക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മരപ്പട്ടി വളരെ ക്ഷീണിതനായാണ് കാണപ്പെട്ടത്.
വിവരമറിഞ്ഞ് നിരവധി ആളുകൾ മരപ്പട്ടിയെ കാണാനെത്തി. പലരും ആദ്യമായാണ് മരപ്പട്ടിയെ അടുത്തു കാണുന്നത്. രാവിലെ ജാതിക്ക് പറക്കാൻ പറമ്പിൽ വന്നപ്പോൾ ഒരു അതിഥിയെ കണ്ടു. നമ്മുടെ മരപ്പെട്ടിയാന്ന് തോന്നുന്നു. അതിനെന്തോ പരിക്ക് പറ്റിയതായതുകൊണ്ട് സാധനം ഓടണമെന്നില്ല, നമുക്ക് സുഖമായിട്ട് അതിനെ അടുത്ത് കാണാവുന്നതാണ്. കോതമംഗലത്ത് നിന്ന് RRT സംഘം സ്ഥലത്തെത്തി മരപ്പട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മരപ്പട്ടിയെ നിരീക്ഷണത്തിന് ശേഷം വനത്തിൽ തുറന്നുവിടും. ന്യൂസ് 18 കോതമംഗലം. വനിതകൾക്കായി തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ തുറന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മാലിന്യ സംസ്കരണത്തിനായുള്ള ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും ഇവിടെ നടന്നു. സ്ത്രീകൾക്ക് പകൽ സമയത്ത് താൽക്കാലിക അഭയകേന്ദ്രം, പ്രാദേശിക തൊഴിൽ ശേഷി വിഭവ കേന്ദ്രം, കൌൺസിലിംഗ് സെന്റർ, നിയമസഹായ കേന്ദ്രം, കാര്യശേഷി പരിശീലന കേന്ദ്രം, പ്രാദേശിക വനിതാ കലാകായിക സാംസ്കാരിക വിഭവ കേന്ദ്രം, മിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് ബുക്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടാണ് തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ജെൻഡർ റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവർ നേരിടുന്ന അതിക്രമങ്ങൾ, അവരുടെ അരക്ഷിതാവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും അതിലിടപെടുകയും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതിക്രമങ്ങൾക്ക് ഇരയായിത്തീരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണ, നിയമസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ നൽകുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. അതിക്രമങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുകയാണ് പ്രധാന ഉദ്ദേശം. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്റർ കെട്ടിടത്തിലാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ തുടങ്ങിയത്. ഇതോടൊപ്പം മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഇനി രാവിലെയിൽ നല്ല വാക്കാണ് കണ്ടിട്ട് മടങ്ങിയെത്താം.